നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. CITU കൊടകര കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം നടത്തി. സിറ്റിസൺ ഇന്ത്യ ഫോറവും ഏകലവ്യ കലാകായിക സമിതിയും സംയുക്തമായി ആദരം 2026 മെയ് 15 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതിരപ്പിള്ളിയിൽ കാട്ടാനയെ കണ്ട് ഭയന്നോടിയ 2 യുവാക്കൾക്ക് പരിക്ക്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഇത്തുപ്പാടം ശാസ്ത അങ്കണവാടിയിൽ നിന്ന് 22 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അങ്കണവാടി വർക്കർ VV രാധയ്ക്ക് യാത്രയയപ്പ് നൽകി. സ്റ്റുഡന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് ചാലക്കുടിയിൽ ന്യൂരിക്സ 2K26 എന്ന പേരിൽ അന്താരാഷ്ട്ര നഴ്സസ് ദിനാഘോഷം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഉത്തർപ്രദേശിലെ നോയിഡയിൽ സമരം ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും CITU കൊടകര കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം നടത്തി. കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ നടത്തിയ പ്രതിഷേധ യോഗം CITU കൊടകര ഏരിയ വൈസ് പ്രസിഡന്റ് TA ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം TK പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി ലേബർ കോഡ് ബില്ലിന്റെ കോപ്പി CITU ഏരിയ സെക്രട്ടറി PR പ്രസാദൻ കത്തിച്ചു. CPM ലോക്കൽ സെക്രട്ടറി KD അപ്പച്ചൻ, കോർഡിനേഷൻ കൺവീനർ MK മോഹനൻ, KV റിസൻ, TS ആശിഷ്, VK മുകുന്ദൻ, പഞ്ചായത്ത് അംഗം KK സുരേഷ്, പഞ്ചായത്ത് അംഗം റോസിലി പാപ്പച്ചൻ, ബിന്ദു KC, രജനി MC, അജിത സജീവ് എന്നിവർ സംസാരിച്ചു. കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് മുമ്പിലും അവതരിപ്പിച്ചിട്ടും അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് 2026 ഏപ്രിൽ മാസം 13 നോയിഡയിലെ തൊഴിലാളികൾ സമരത്തിലേക്ക് വരുന്നത്. അല്ലെ, ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സമരത്തിലേക്ക് വരുന്നതല്ല. നിരവധി കാലങ്ങളായി അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടാതെ വന്നതിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ സമരത്തിലേക്ക് വന്നത്. സിറ്റിസൺ ഇന്ത്യ ഫോറവും ഏകലവ്യ കലാകായിക സമിതിയും സംയുക്തമായി ആദരം 2026 മെയ് 15 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ വൈകിട്ട് 6 നടക്കുന്ന ആദരവ് 2026 സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. സിറ്റിസൺ ഇന്ത്യ ഫോറം സംസ്ഥാന പ്രസിഡന്റ് Y ഔസേപ്പച്ചൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ജീവകാരുണ്യ സാമൂഹിക വിദ്യാഭ്യാസ മേഖലകളിൽ സമാനതകളില്ലാത്ത സേവനം കാഴ്ചവെച്ച പ്രസ്ഥാനങ്ങളെയും വ്യക്തികളെയുമാണ് ചടങ്ങിൽ ആദരിക്കുന്നത്. മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന DYFI, കോവിഡ് കാലത്തെ സേവനത്തിലൂടെ കരുത്തരായ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ, മുരിങ്ങൂർ സെന്റ് വിൻസെന്റ് ഹോം, ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവർക്ക് ചടങ്ങിൽ ആദരവ് നൽകും. കൂടാതെ ഏകലവ്യ സമിതിക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ നൽകി സഹായിച്ചവർക്കും SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കും പുരസ്കാരങ്ങൾ നൽകും. MLAമാരായ KK രാമചന്ദ്രൻ, സനീഷ് കുമാർ ജോസഫ്, തോമസ് ഉണ്ണിയാടൻ, റിട്ടയർഡ് ജസ്റ്റിസ് നാരായണക്കുറുപ്പ് എന്നിവർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ജീവൻ TV എക്സിക്യൂട്ടീവ് എഡിറ്റർ PJ ആന്റണി മുഖ്യപ്രഭാഷണം നടത്തും. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി, പഞ്ചായത്ത് അംഗം മിനി ദാസൻ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ സിറ്റിസൺ ഫോറം പ്രസിഡന്റ് Y ഔസേപ്പച്ചൻ, സെക്രട്ടറി PG മോഹനൻ, ഏകലവ്യ കലാകായിക സമിതി പ്രസിഡന്റ് TG അജോ എന്നിവർ പങ്കെടുത്തു. സിറ്റിസൺ ഇന്ത്യ ഫോറം ഏകലവ്യ കായിക സമിതിയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നമ്മളിപ്പോൾ ഈ പ്രസ് മീറ്റിംഗ് നടത്തുന്നത്. നമ്മൾ മെയ് 15 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് കൊടകര ഗവൺമെൻറ് LP സ്കൂളിൽ നടത്തുന്ന പ്രോഗ്രാമാണ് ആദരം 2026. ഈ ആദരം 2026 ഏകലവ്യയും അതുപോലെ സിറ്റിസൺ ഇന്ത്യ ഫോറവും ചേർന്ന് നടത്തുമ്പോൾ ആ സംഘടന രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ട്രസ്റ്റ് ആക്ടിൻ്റെ പരിധി അനുവദിക്കുന്ന എല്ലാ മേഖലകളിലും സജീവമായിട്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ അവാർഡുകൾ കൊടുക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന് 3 സംസ്ഥാന അവാർഡുകൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ
ഒന്ന് ആശാ വർക്കേഴ്സിന്, അതുപോലെ തന്നെ DYFIക്ക്, അതുപോലെ സെൻറ്റ് വിൻസെൻ്റ് ഹോം എന്ന് പറയുന്ന 3 സംഘടനകൾക്ക് കൊടുക്കുന്ന അവാർഡുകൾ 10,001 രൂപ വീതമുള്ള ക്യാഷ് അവാർഡും അതുപോലെ തന്നെ അനുമോദന ഫലകവുമാണ് അവർക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്. അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ജീവൻ TV എക്സിക്യൂട്ടീവ് എഡിറ്റർ PJ ആന്റണി. ഈ പ്രോഗ്രാമിന് സ്വാഗതം ആശംസിക്കുന്നത് ശ്രീ മോഹനൻ PG, സിറ്റിസൺ ഇന്ത്യ ഫോറത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി. അതുപോലെ തന്നെ മുഖ്യാതിഥി കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി. അതുപോലെ തന്നെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് 3-ാം വാർഡ് മെമ്പർ മിനിദാസൻ. അതിരപ്പിള്ളിയിൽ കാട്ടാനയെ കണ്ട് ഭയന്നോടിയ 2 യുവാക്കൾക്ക് പരിക്ക്. കുറ്റിച്ചിറ സ്വദേശി തൃക്കൂക്കാരൻ വീട്ടിൽ ആഷിൻ ആൻഡോ, ചാലക്കുടി സ്വദേശി കൈതയിൽ ധീരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. വെറ്റിലപ്പാറ വൈശ്ശേരി സ്വദേശി ശ്രീകുമാറിന്റെ കോഴി ഫാമിൽ എത്തിയതായിരുന്നു 4 പേരടങ്ങിയ സംഘം. ഇവിടെ നിന്നും മടങ്ങി വരുമ്പോഴാണ് അപകടം സംഭവിച്ചതെന്ന് പറയപ്പെടുന്നു. വനാതിർത്തിയിൽ നിന്നിരുന്ന ആന പെട്ടെന്ന് ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയും ഇവർ ചിതറി ഓടുകയുമായിരുന്നു. ഓടുന്നതിനിടെ ആഷിനും ധീരജും വീഴുകയായിരുന്നു. പരിക്കേറ്റവരെ ആദ്യം ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ ആഷിനെ പിന്നീട് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലും ധീരജിനെ അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയിലും വിദഗ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു. നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം തുടരുന്നു. ഭരത രാഹുഗണ സംവാദം, അജാമിള മോക്ഷം, വൃത്രാസുരവധം, പ്രഹ്ലാദചരിതം, നരസിംഹാവതാരം എന്നിവ പാരായണം ചെയ്തു. തിരുവല്ലൂർ നാരായണ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. യജ്ഞം 17-ന് ഞായറാഴ്ച സമാപിക്കും. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഇത്തുപ്പാടം ശാസ്ത അങ്കണവാടിയിൽ നിന്ന് 22 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അങ്കണവാടി വർക്കർ VV രാധയ്ക്ക് യാത്രയയപ്പ് നൽകി. വാർഡംഗം ബിന്ദു മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ അംഗം അസീസ് വെട്ടുക്കൽ, കുടുംബശ്രീ മുൻ ചെയർപേഴ്സൺ സുഗത അസീസ്, വാർഡ് വികസന സമിതി ചെയർമാൻ CV രവി, MLC അംഗം ബാലകൃഷ്ണ മേനോൻ എന്നിവർ സംസാരിച്ചു. VV രാധ നന്ദി പറഞ്ഞു. സ്റ്റുഡൻറ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് ചാലക്കുടിയിൽ നുരിക്സ 2K26 എന്ന പേരിൽ അന്താരാഷ്ട്ര നഴ്സസ് ദിനാഘോഷം സംഘടിപ്പിച്ചു. റവറൻ ഫാദർ സോജോ കണ്ണമ്പുഴ ഉദ്ഘാടനം ചെയ്തു. റവറൻ സിസ്റ്റർ ബ്ലേസ് CHF, നഴ്സിംഗ് സൂപ്രണ്ട് മരിയ തെരേസ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ക്രിസ്റ്റി ആന്റണി ആശംസകൾ അർപ്പിച്ചു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നഴ്സുമാരുടെ സേവന മനോഭാവത്തെ അനുസ്മരിപ്പിക്കുന്ന വിവിധ അവതരണങ്ങളും ചടങ്ങിനെ മാറ്റുകൂട്ടി. മുരിങ്ങൂർ ശ്രീ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിക്കുന്ന തീർത്ഥക്കുളവും അതിൽ പ്രതിഷ്ഠിക്കുവാനുള്ള ശ്രീ ജലദുർഗാ ദേവി ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ആദ്യ ചടങ്ങായ ശംഖുസ്ഥാപന കർമ്മവും നടത്തി. രാവിലെ 7-നും 8:13 ഇടയിലുള്ള മുഹൂർത്തത്തിൽ നെന്മാറ ശ്രീ മധുസൂദനൻ തിരുമേനിയുടെ നേതൃത്വത്തിൽ നടന്ന ശംഖുസ്ഥാപന കർമ്മം സ്ഥപതി മധു ആചാരി നിർവഹിക്കുന്നു. ക്ഷേത്ര മേൽശാന്തി വിഷ്ണു ശാന്തികൾ, പ്രസിഡന്റ് KN വിശാലാക്ഷൻ, സെക്രട്ടറി EV മുരളി, ഖജാൻജി സെൽവൻ പണിക്കശ്ശേരി, ഫിനാൻസ് മാനേജർ AD സജി, മാതൃസമിതി പ്രസിഡന്റ് ശൈലജ ബാലൻ, സെക്രട്ടറി ബിന്ദു ജിതേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,850 രൂപ, പവന് 1,18,800 രൂപ.
പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CITU കൊടകര കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം നടത്തി. സിറ്റിസൺ ഇന്ത്യ ഫോറവും ഏകലവ്യ കലാകായിക സമിതിയും സംയുക്തമായി ആദരം 2026 മെയ് 15 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതിരപ്പിള്ളിയിൽ കാട്ടാനയെ കണ്ട് ഭയന്നോടിയ 2 യുവാക്കൾക്ക് പരിക്ക്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഇത്തുപ്പാടം ശാസ്ത അങ്കണവാടിയിൽ നിന്ന് 22 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അങ്കണവാടി വർക്കർ VV രാധയ്ക്ക് യാത്രയയപ്പ് നൽകി. സ്റ്റുഡന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് ചാലക്കുടിയിൽ ന്യൂരിക്സ 2K26 എന്ന പേരിൽ അന്താരാഷ്ട്ര നഴ്സസ് ദിനാഘോഷം സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.